ഞാൻ ആക്ച്വലി നമ്മൾ ഹൈദരാബാദിൽ വന്നിട്ടുണ്ടായിരുന്നു പർച്ചേസും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പം നോർമലി ഞാൻ പർച്ചേസിനൊക്കെ പോകുന്ന സമയത്ത് എന്ത് വേണമെങ്കിലും ഇടും, വേണമെങ്കിൽ വീട്ടിൽ നൈറ്റ് വരെയിട്ടുകൊണ്ടാണ് ഞാൻ പോവുക, കാരണം ഭയങ്കര കംഫർട്ടബിളായിട്ട് ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഈ പ്രാവശ്യം ഞാൻ വിചാരിച്ചു നാട്ടിൽ കിടക്കുന്ന എല്ലാവരെ കൊണ്ടും ഞാൻ സാരി ഉടുപ്പിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ എന്താ പറയുക, ഹിപ്പോക്രറ്റ് ആവാൻ പാടില്ല. ഞാൻ റിയൽ സിറ്റുവേഷൻ എന്തെന്ന് കണ്ടുപിടിക്കണം. ഞാൻ സാരി സ്ഥിരം ഉടുക്കുന്ന ആളാണ്, പക്ഷേ ആഷിമിലോട്ട് പോകുമ്പോഴായിരിക്കും ഞാൻ സാരി ഉടുത്തുകൊണ്ട് പോവുക, ഇല്ലെങ്കിൽ പറഞ്ഞ അമ്പലത്തിലോ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുന്ന വളരെ കുറവാണ്. എനിക്കങ്ങനെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ എപ്പോഴും ഞാൻ പറഞ്ഞത് കുറവാണ്. അപ്പോൾ പർച്ചേസിന് ഞാൻ ഉടുത്തിട്ടേ ഇല്ല. അപ്പോൾ ഇന്നലെ ഞാൻ എയർപോർട്ടിൽ ഞാൻ സാരിയാണ് ഉടുത്തത്. ഇന്ന് ഇന്നും ഞാൻ പർച്ചേസിന് പോകുന്ന സമയത്തും സാരി ഉടുക്കുന്നത്. ഞാൻ ഈ ഒരു ട്രിപ്പിൽ ഞാൻ സത്യം പറയാലോ, സാരീനെക്കുറിച്ച് പറയാനൊരു 100,000 ടോപ്പിക്കുണ്ട്. ഈ പ്രാവശ്യം ഞാൻ ഇപ്പോൾ കൊടുത്തേക്കുന്ന സാരി ഡീറ്റെയിൽസൊക്കെ ഞാൻ കൊടുത്തേക്കാം. ഭയങ്കര രസമാണ്. ഞാൻ ഇതുവരെ വീഡിയോ കാണിച്ചിട്ടില്ല. ഞാൻ വിചാരിച്ചു കുറച്ചൊക്കെ എൻ്റെ പേഴ്സണൽ സാരീസും വേറെ കുറച്ചൊക്കെ എൻ്റെ ഒരു കണ്ണിൽ മസ്കാരി ഒരു കണ്ണിൽ മസ്കാര ഇല്ലായ്മയുണ്ട്. കോമാളിത്തനമായിരിക്കും. നിങ്ങൾ ആരും അത്രയും ശ്രദ്ധിക്കണം. നിങ്ങൾ സാരി ശ്രദ്ധിച്ചോ. ഞാൻ ഈ സാരി എടുത്തതെന്ന് വെച്ചാൽ ഒന്ന് ഭയങ്കര ഫ്ലോയി, ഇത് കണ്ടോ, ഭയങ്കര ഫ്ലോ ആയിട്ടിരിക്കും. കാഷ്വൽ സാരിയാണ്. എനിക്ക് റോഡിൽ കൂടെ പോകുമ്പോഴൊക്കെ ബനാറസി സാരിയൊക്കെ കൊടുത്ത് പർച്ചേസിന് പോകണമെന്ന് എനിക്കില്ല. അതുകൊണ്ട് ഞാൻ വളരെ സോബറായിട്ടൊരു ഷെയ്ഡ്, ഭയങ്കരമായിട്ടും ഇത് കണ്ടോ, നമ്മൾ ഈ താഴെ ഭയങ്കര ഭംഗി, നമ്മൾ നടക്കുമ്പോഴൊക്കെ ഉണ്ടല്ലോ തട്ടി നല്ല ഭംഗി, ഭയങ്കര ഫെമിനിൻ ടച്ചായിട്ട് തോന്നും. ഞാൻ ബ്ലൗസ് ക്ലോസ് നെക്ക് ചെയ്തതിൻ്റെ കാര്യം കുറച്ച് മാർക്കറ്റിനകത്തൊക്കെ പോകാനുണ്ട്. ഇനി എത്രയൊക്കെ കാലം വളർന്നു എന്ന് പറഞ്ഞാലും, ഇനി എത്രയൊക്കെ ഫെമിനിസം വന്നു, പെണ്ണുങ്ങളെ കൊണ്ട് ഇനി ഭൂമി ഉരുട്ടാം എന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് നമ്മൾ റോഡിൽ നടന്ന് അല്ലെങ്കിൽ എന്താ പറയുക മാർക്കറ്റിനകത്തൊക്കെ കയറിപ്പോയി ഇരിക്കുകയും നിൽക്കുകയൊക്കെ ചെയ്യണം. അപ്പോൾ എനിക്ക് ബ്ലൗസ് നമ്മൾ ഭയങ്കര ഇതൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് അൺകംഫർട്ടബിൾ ആവണമെന്നില്ല. എന്ന് വെച്ചാൽ എല്ലാവരും സാരി എടുത്ത് കഴിയുമ്പോണ്ടല്ലോ ഒന്നെങ്കിൽ ബ്ലൗസ് പിടിക്കേണ്ടി വരും, ഇല്ലെങ്കിൽ ഇവിടെ ശരിയാക്കണം. അപ്പോൾ ഞാൻ കുറച്ച് കെയർ ഫ്രീ ആയിട്ട് നമ്മൾ നോർമൽ ഒരു കുർത്തി ഇട്ട് പോകുമ്പോഴത്തേക്ക് എങ്ങനെയായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ ക്ലോസ് നെക്ക്, ഇതാണ് നെക്ക്. ഞാൻ ക്ലോസ് നെക്ക് ചെയ്തതിൻ്റെ റീസൺ അതാണ്. സ്ലീവ്ലെസ് ചെയ്തു, കാരണം എല്ലാം കൂടി അൺകംഫർട്ടബിൾ. എനിക്ക് സ്ലീവ്ലെസ് കംഫർട്ടബിളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ പറയുക, നമ്മുടെ ഈ ഇതുവരെ ഞാൻ ഫുള്ളായിട്ട് ക്ലോസ് ചെയ്തിട്ട് സാരിയും അങ്ങ് കൊടുത്തു. അപ്പോൾ കാണുമ്പോൾ തന്നെ സാരി ആകുമ്പോൾ 10 പേര് നോക്കും. കാരണം ഞാനേ ശ്രദ്ധിച്ചു, നമുക്ക് വേണ്ട അറ്റൻഷൻ കിട്ടും. ഇനി എന്തൊക്കെ പറഞ്ഞാലും പെണ്ണുങ്ങൾ ഒരുങ്ങി പോകുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ രണ്ടുപേരും നോക്കുമ്പോൾ നല്ല രീതിക്ക് നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. എന്നെ കാണുന്നത് നല്ല ഭംഗിയാണല്ലേ എനിക്ക് തോന്നാറുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നത് എനിക്കറിയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നോക്കുമ്പോൾ. ഞാനൊക്കെ ഈ നല്ല ഭംഗിയുണ്ട്, നല്ല നോക്കും, നല്ല നോട്ടം, അതും ഉണ്ടല്ലോ നമുക്കറിയാൻ പറ്റില്ല. ഈ നല്ല നോട്ടവും വൃത്തിയായിട്ട് നോട്ടവും പെണ്ണുങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. നമുക്കൊരു 10 കിലോമീറ്റർ അപ്പുറത്ത് വേണം നമ്മൾ വൃത്തിയായിട്ട് രീതിക്ക് നോക്കിയാലും നമുക്കത് മനസ്സിലാവും. അതാണ് പെണ്ണ്. അപ്പോൾ ഇതൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല സുന്ദരിക്കുട്ടി എന്നൊക്കെ പറയുന്ന രീതിക്ക്, സുന്ദരിക്കുട്ടി ആണോ ഇല്ലയോ എനിക്കറിയില്ല, പക്ഷേ എനിക്ക് അങ്ങനെ പേഴ്സണലി ഫീൽ ചെയ്തു. റേറ്റും കാര്യങ്ങളും സാരിയുടെ ഇതൊക്കെ ഞാൻ പറയാം. ഞാൻ ഈ പ്രാവശ്യം ചെയ്യുന്ന വീഡിയോസൊക്കെ സാരി സെല് ചെയ്യാൻ വേണ്ടി മാത്രമല്ല. ഞാൻ വിചാരിച്ചു കുറച്ച് നിങ്ങൾക്ക് ഞാൻ വിൽക്കുന്നതിനോടൊപ്പം തന്നെ യഥാർത്ഥ സിറ്റുവേഷനും കൂടി ഞാൻ ചിന്തിക്കണം. എപ്പോഴും ഞാൻ കല്യാണം എന്ന് മാത്രമേ പറയാറുള്ളൂ. അതുകൊണ്ട് ഈ പ്രാവശ്യം ഞാൻ അതല്ലാണ്ട് കുറച്ചും കൂടി നോക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ വീട്ടിൽ നിന്ന് അമ്മയൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുക, 2 കുട്ടികളെ വീട്ടിലുണ്ട്. അതുകൊണ്ടാണ്. ബൈ.